ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തെ തള്ളാനോ കൊള്ളാനോ പറ്റാതെ അല്ല നിൽക്കുന്നത്. കൃത്യമായ രീതിയിൽ ശ്രീ KC വേണുഗോപാലും പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവും രാഹുലിനെ ഇതിനോടകം തള്ളി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ രാഹുൽ പ്രചാരണങ്ങളിൽ സജീവമാണ്, പാർട്ടി ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നുണ്ട്, പാലക്കാട് സജീവമാണ് രാഹുൽ അപ്പോഴും. ഇത് തന്നെയാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ഞാനിത് 2 ദിവസമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വിശദീകരണം നൽകേണ്ടത് പാലക്കാട് DCC ആണ്, പാലക്കാടുള്ള കോൺഗ്രസിന്റെ നേതാക്കളാണ്. അല്ലാതെ KPCC നേരിട്ട് ഇതിലേക്ക് രാഹുലിനെ ക്ഷണിക്കുകയോ രാഹുൽ പരിപാടികൾ പങ്കെടുക്കുന്നതിന് ഒരു അനുവാദം നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് അവിടുത്തെ ഒരു പ്രാദേശികമായി ആ ഒരു ജില്ലയിലെ നേതാക്കളുടെ ഒരു പ്രശ്നം കാരണമാണ് രാഹുൽ ഇത്തരത്തിൽ ഇറങ്ങുന്നത്. ചോദിക്കുമ്പോൾ അവരുടെ പ്രവർത്തകർക്ക് വേണ്ടി ഇറങ്ങുന്നു എന്നൊരു മനോഭാവമാണ്. രാഹുൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഈ പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിടുന്ന ഒരാളാണ്. പോരാത്തിന് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല എന്ന് KC വേണുഗോപാൽ അവർ പറഞ്ഞ ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ പാർട്ടിയുടെ പ്രചരണ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. ഏതെങ്കിലും തരത്തിലുള്ള രാഹുലിനെതിരെയുള്ള പരാതികൾ, സജ്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് സംസ്ഥാനത്തെ, അത്തരത്തിലൊരു പരാതി സജ്നയുടെ മുന്നിൽ വന്നിരുന്നു? പരാതികൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പരാതികളായിട്ടൊന്നും ഇതിൽ ആരും മുന്നോട്ട് വന്നിട്ടില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഒരുപാട് പെൺകുട്ടികളുടെ പരാതി ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു എന്നുള്ളതല്ലാതെ ഒരു റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പാർട്ടിയുടെ കോണിലേക്ക് ഈ പരാതികളെ കൊണ്ടുപോകാനോ പോലീസ് കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കാനോ ഒന്നും ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. അതിന് കാരണം രാഹുലിനെ പോലൊരു ശക്തനായ ഒരാളെ എതിർക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്ന് നാട്ടിലെ പെൺകുട്ടികൾക്ക് അറിയാം. കാര്യം അവർക്ക് പിന്നീട് അങ്ങോട്ടും അത് ഉറപ്പാണോ? രാഹുൽ എന്താണ് ഉദ്ദേശിച്ചത്? രാഹുലിനെ പോലെ ഒരാൾക്ക് ഇത്തരം ആരോപണം ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യമുണ്ടാകും. പക്ഷേ രാഹുലിനെ എതിർക്കാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് പല പെൺകുട്ടികളും ഇത്തരത്തിൽ പരാതിയുമായി വരാത്തത് എന്നതിൽ സജിനയ്ക്കും വ്യക്തതയുണ്ടോ? എന്തായാലും വ്യക്തതയില്ലാണ്ട് ഞാൻ ഇത്രയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വരില്ലല്ലോ. കാര്യം സൈബർ അറ്റാക്കുകൾ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന സമയം എനിക്ക് വേണമെങ്കിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് പോകാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഒരു കാര്യവും ഇല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലൊരു വാട്സപ്പ് ചാറ്റ്, അദ്ദേഹത്തിൻ്റെ വോയിസ് ചാറ്റുകൾ ഒക്കെ പുറത്തു വരുന്നു. അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ അദ്ദേഹം നിഷേധിക്കട്ടെ. അപ്പോൾ അങ്ങനെ അല്ലാതെ അദ്ദേഹം പോലും അവിടെയില്ല ഇവിടെയില്ല അതിലൊന്നും തൊടാണ്ട് ഇങ്ങനെ മറുപടി പറയാണ്ടൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. എന്തായാലും ഉറപ്പായിട്ടും കാരണം ഉണ്ടാവും. അത് അന്വേഷിച്ച് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്.